നിലമ്പൂരിൽ രാഷ്ട്രീയ പോരാട്ടത്തിന് ഇടതുപക്ഷം തയ്യാറാവുകയാണ്. ഏറ്റവും ശക്തനായ പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ മണ്ഡലത്തിൽ നിന്നുള്ള നേതാവായ എം സ്വരാജാണ് ഇടതുപക്ഷത്തിന് വേണ്ടി നിലമ്പൂർ അംഗത്തിൽ ഇടതുപക്ഷത്തിന്റെ പോരാളിയായി നിലമ്പൂരിൽ ഇറങ്ങാൻ പോകുന്നത്. തീ പാറുന്ന പോരാട്ടത്തിലേക്ക് നിലമ്പൂർ മണ്ഡലം നീങ്ങുകയാണ്. ആര്യാടൻ ഷൗക്കത്ത്, എം സ്വരാജ്. ഇനി നമുക്കറിയേണ്ടത് PV അൻവറിന്റെ സ്റ്റാൻഡ് എന്തായിരിക്കും? ഇനി PV അൻവർ കൂടി മത്സര രംഗത്ത് ഉണ്ടാകുമോ, അതോ പിന്തുണ UDFന് നൽകുമോ, NDA ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമോ? ഈ രണ്ട് കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. എന്തായാലും മണ്ഡലത്തിൽ തീ പാറുന്ന പോരാട്ടമായിരിക്കുമെന്ന ഒരു കാര്യത്തിലും സംശയമില്ല. നമുക്കിപ്പം AKG സെന്ററിൽ നിന്ന് AK സ്റ്റെഫൻ കൂടി ചേരുന്നുണ്ട്. സ്റ്റെഫൻ, ആദ്യമൊക്കെ സ്വരാജിന്റെ പേര് കേട്ടിരുന്നുവെങ്കിലും പിന്നീട് മറ്റു പേരുകളിലേക്ക് ചർച്ചകൾ നീങ്ങിയിരുന്നു. ഇപ്പോൾ ഒരു മാസ് എൻട്രി തന്നെയാണ് എം സ്വരാജ് നടത്തിയിട്ടുള്ളത്. ഏതായാലും ഒരു അപ്രതീക്ഷിതം എന്ന് പറയാൻ പൂർണ്ണമായും കഴിയില്ലെങ്കിൽ പോലും എം സ്വരാജിന്റെ പേരുകൾ അവിടെ ഉയർന്നു കേട്ടിരുന്നു. നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷത്ത് നിന്ന് പല നേതാക്കളടക്കം പറഞ്ഞിരുന്നത് അദ്ദേഹം ഇപ്പം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം തന്നെ കാണുന്നു. ഇവിടെ LDF കൺവീനർ ഉണ്ട്. ഒട്ടും അപരിചിതമായ ഒരു നാടല്ല. എനിക്ക് പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യമായിരുന്നു താങ്കളുടെ സ്ഥാനത്ത്. രാഹുൽ മാങ്കൂട്ടം ധൈര്യമുണ്ടെങ്കിൽ സ്വരാജിനെ മത്സരിപ്പിക്കൂ എന്നൊക്കെ വെല്ലുവിളിച്ചിട്ടുണ്ട്. സത്യത്തിൽ വെല്ലുവിളികൾക്കൊന്നും രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുമില്ല. അതൊക്കെ വളരെ അപക്വമായിട്ടുള്ള നിലപാടുകളാണ്. അത് എല്ലാ രാഷ്ട്രീയക്കാരും ശ്രദ്ധിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. വെല്ലുവിളികൾ, ഭീഷണികൾ, പരദൂഷണങ്ങൾ, ഇതിനൊന്നും രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയുമില്ല. പിന്നെ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇന്നയാൾ മത്സരിക്കണം എന്നൊക്കെ ആ മുന്നണിയിലുള്ളവരാണ് പറയുക. എതിർ മുന്നണിയിലുള്ളവരങ്ങനെ പറയാറില്ല. പക്ഷെ ഇപ്പോഴിതാ പുതിയൊരു വാർത്ത എന്ന പോലെ വരുന്നു. ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് ഞാൻ മത്സരിക്കണം എന്ന് അവരാവശ്യപ്പെടുന്നു. അതിൽ ഒരർത്ഥത്തിൽ നമുക്ക് സന്തോഷമാണുള്ളത്. കാരണം ഇയാൾ മത്സരിക്കാൻ കൊള്ളാത്ത ആളാണ് എന്ന അഭിപ്രായമല്ല. ഇയാൾ മത്സരിക്കാൻ കൊള്ളാവുന്ന ആളാണ്, ഇയാൾ മത്സരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അവരുടെ കൂടി അഭിപ്രായത്തെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ മത്സരിക്കുകയാണ്. അപ്പോൾ അവരുടെയും പിന്തുണ ഞാൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു. നിലനിർത്തുക എന്നതൊരു വെല്ലുവിളിയാണോ? ഒരു വെല്ലുവിളിയും അല്ല. കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയോടെ LDF വീണ്ടും അവിടെ വിജയം വരിക്കും. LDFനെ ഒരിക്കൽ കൂടി നിലമ്പൂരിലെ ജനങ്ങൾ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കും. ആ ഒരു മത്സരത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞു എന്നതിൽ ആഹ്ലാദവും അഭിമാനവും. സ്വന്തം നാട്ടിലാണ് മത്സരം. എം സ്വരാജിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലടക്കം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലതരത്തിലുള്ള പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ടിരുന്നു. എം സ്വരാജിന് അങ്ങാടിയിൽ സ്ഥാനാർത്ഥിയെ തപ്പി നടക്കുന്നതിന് പകരം എം സ്വരാജിനെ മത്സരിപ്പിക്കണമെന്നുള്ള പോസ്റ്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വകയുണ്ടായിരുന്നതാലും പ്രതിപക്ഷത്തിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ച് ആണ് ഇപ്പോൾ തന്റെ സ്ഥാനാർത്ഥിത്വം. അപ്പോൾ അവരുടെ പിന്തുണ കൂടി, അവരുടെ സഹകരണം കൂടി ഉണ്ടാകുമെന്ന് ഒരു തമാശയിൽ പറഞ്ഞാണ് ഇപ്പോൾ എം സ്വരാജ് തന്റെ പ്രതികരണം അവസാനിപ്പിക്കുന്നത്. നാളെ തന്നെ മണ്ഡലത്തിലേക്ക് മടങ്ങും എം സ്വരാജ്. പ്രചാരണം ഇടതുപക്ഷം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമതും പിണറായി സർക്കാർ ഇടതുപക്ഷം തുടരും എന്നുള്ളതാണ് അവരുടെ ടാഗ് ലൈൻ. ഇപ്പോൾ പുതിയ നിലമ്പൂരിന്റെ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷം പ്രഖ്യാപിച്ചിരിക്കുന്ന എം സ്വരാജ് AKG സെന്ററിൽ ഇപ്പോൾ നേതാക്കൾക്കൊപ്പം നിൽക്കുകയാണ്. നിലമ്പൂരിന്റെ വികസനം തുടരും. സഖാവ് എം സ്വരാജ് നിലമ്പൂരിൽ. ഇതാണ് ഇപ്പോൾ ആദ്യത്തെ ഒരു പ്രചാരണ പോസ്റ്ററൈസ് ഇടതുപക്ഷം പുറത്തിറക്കിയിട്ടുള്ളത്. എന്തായാലും ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ ഇടതുപക്ഷം മുന്നോട്ട് വെക്കുകയാണ്. ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നിലമ്പൂർ മണ്ണിൽ ഉണ്ടാകും.